നമ്മുടെ ഹാജത്ത് പൂർത്തീകരണത്തിനും ആവശ്യ നിർവഹണത്തിനും സൂറത്തു സജദ പാരായണം ചെയ്യേണ്ട ഒരു ശൈലി പറയുന്നുണ്ട്. സജദ സൂറത്ത് നമ്മൾ കേട്ടിട്ടില്ലേ? അലിഫ് ലാം മീം തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ أم يقولون افتراه بل هو الحق من ربك لتنذر قوما ما أتاهم من نذير من قبلك لعلهم يهتدون صدق الله العظيم. വളരെ മനോഹരമായി പാരായണം ചെയ്യാൻ പറ്റിയ സൂറത്താണ്. പക്ഷേ ഈ സൂറത്ത് കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടുവേ? അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ചൊല്ലേണ്ടത്, ഓതേണ്ടത് ഒരു ശൈലിയാണ്. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനും കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തആമ്മാതി മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ, വന്നുപോയ അപാകതകൾ മാപ്പ് ചെയ്യട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ പവർഫുള്ളായ ഒരു സൂറത്താണ് സൂറത്തു സജദ. സജദ സൂറത്ത്, അലിഫ് ലാം മീം എന്ന് തുടങ്ങുന്ന സൂറത്ത്. ആ സൂറത്ത് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കിട്ടാൻ, നമ്മുടെ ഹാജത്ത് നിറവേറി കിട്ടാൻ ചില പരിഹാര മാർഗങ്ങളിൽ പ്രതിപാദിക്കുന്നതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകിച്ച് ഓതാൻ പറഞ്ഞ സൂറത്തുകളിൽ പെട്ടൊരു സൂറത്ത് കൂടിയിട്ടാണ് എന്ത് ഈ സജദ സൂറത്ത്. പ്രത്യേകം പാരായണം ചെയ്യാൻ സൂറത്തുൽ കഹ്ഫ് പോലെ, സൂറത്തു ദുഹാൻ പോലെയൊക്കെ പാരായണം ചെയ്യാൻ പ്രത്യേകം പരിചയപ്പെടുത്തിയ സൂറത്തുകളിൽ പെട്ടതാണ് സൂറത്തു സജദ. നബിതങ്ങൾ എല്ലാ ദിവസവും സൂറത്തു സജദ ഓതാറുണ്ടായിരുന്നു എന്ന് അവിടുത്തെ മഹദിയായ ആയിഷ ബീവിയും അതുപോലെ തന്നെ ഒരുപാട് സ്വഹാബത്തും വിവരിക്കുന്നതായി കാണാം. സജദ സൂറത്ത് നമ്മൾ ആവശ്യപൂർത്തീകരണത്തിന് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഓതേണ്ടത് എങ്ങനെയാണ് മഹാന്മാർ പഠിപ്പിച്ചേരിയാണ്. എന്ത്? 2 റക്അത്ത് ഹാജത്ത് നിസ്കരിക്കുക. നമ്മൾ സാധാരണഗതിയിൽ നിസ്കരിക്കുന്ന 2 റക്അത്ത് സുന്നത്ത് ഹാജത്ത് നിസ്കരിക്കുക. നിസ്കാരത്തിന് ശേഷം അള്ളാഹുവിനോട് ആവശ്യങ്ങൾ നിറവേറുക, ദുആ ചെയ്യുക. എന്താണോ നിറവേറാനുള്ളത് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് റബ്ബിനോട് ദുആ ഇറക്കാം. ആദ്യം 2 റക്അത്ത് ഹാജത്ത് നിസ്കരിച്ച് എന്ത് ചെയ്യുക? ദുആ ചെയ്യുക. അതിനുശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ എന്ന നബിതങ്ങളുടെ മേലുള്ള സ്വലാത്ത് എത്ര തവണ? 11 തവണ ചൊല്ലുക. ആദ്യം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, ശേഷം ദുആ ചെയ്തു, നമ്മൾ ഹാജത്ത് പറഞ്ഞു, അതിനുശേഷം ഈ സ്വലാത്ത് എന്ത് ചെയ്യുക? ചൊല്ലി. ഇനി അതിന് ശേഷമാണ് സൂറത്തു സജദ പാരായണം ചെയ്യുക. സൂറത്തു സജദ പാരായണം ചെയ്യുക. ഒരു പ്രാവശ്യം ചൊല്ലുക, അല്ലെങ്കിൽ ഒരു 3 തവണ സൂറത്തു സജദ ഓതാം. 3 പേജേ ഉള്ളൂ, 3 തവണ ഓതിയാലും അര ജുസ് പോലും ആവൂല. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു തവണ ഓതാൻ പറ്റുന്നവരാണ് 1 തവണ ഓതുക. ഇനി അതല്ല കൂടുതൽ ഓതാൻ പറ്റുമെങ്കിൽ 3 തവണ സൂറത്തു സജദ പാരായണം ചെയ്യുക. ഇനി സജദയിൽ സജദയുടെ ഒരു ആയത്തുണ്ട്. സജദയുടെ ഒരു ആയത്ത് ഒരു 1.5 പേജ് എത്താറാകുമ്പോൾ ഒരു ആയത്ത് സജദയുടെ എന്ത് ചെയ്യുക? ആയത്തുണ്ട്. ആ ആയത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു അടയാളം ഉണ്ടാവും, സുജൂദ് ചെയ്യേണ്ട ഒരു അടയാളം. ആ ആയത്തെത്തുമ്പോൾ അവിടെ ഒരു സുജൂദ് ചെയ്യുക. ആ സുജൂദ് ചെയ്തിട്ട് ആ സുജൂദിൽ എന്ത് പറയാ? സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലി വഖുവതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഈ ഒരു ദുആ ആ സുജൂദിൽ പറയാം. കാരണം ഇതറിയില്ല എങ്കിൽ അതിന് പകരമായിട്ട് സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദി നമ്മൾ സാധാരണ സുജൂദിൽ പറയുന്ന ദിക്ർ ചൊല്ലിയാൽ മതി. കഴിവിൻ്റെ പരമാവധി ഞാനിപ്പോൾ പറഞ്ഞ ദുആ തന്നെ ചൊല്ലാൻ ശ്രമിക്കാം. സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലി വഖുവതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാനും അതുപോലെ നോക്കി ചൊല്ലിയാൽ മതി എന്ന് പറയാൻ സുജൂദി കിടന്നുകൊണ്ട് ഇപ്പോൾ നോക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഇത് അറിയില്ല എങ്കിൽ ഏത് ചൊല്ലിയാൽ മതിയെന്ന് നമ്മൾ സാധാരണ സുജൂദിൽ ചൊല്ലുന്ന ആ ദിക്ർ തന്നെ ചൊല്ലിയാൽ മതി എന്നുള്ളത്. ഇത് ചൊല്ലി അവസാനം വീണ്ടും റബ്ബിനോട് ദുആ ഇറക്കുക. എന്താണോ മനസ്സിലുള്ള ഹാജത്ത് ആ ആവശ്യം അങ്ങ് ദുആ ഇറക്കുക. മനസ്സിലായോ ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ളത്? ആദ്യം 2 റക്അത്ത് ഹാജത്ത് നിസ്കരിച്ചു, ഓക്കെ. അതിനുശേഷം ഒരു ചെറിയ ദുആ, നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ളൊരു ദുആ ചെയ്തു. അതിനുശേഷം റബ്ബിനോട് നബിതങ്ങളുടെ സ്വലാത്തും ഇല്ല, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ എന്ന സ്വലാത്ത് ചൊല്ലി. അതിനുശേഷം സൂറത്തു സജദ പാരായണം ചെയ്തു. സജദ പാരായണം ചെയ്യുമ്പോൾ അതിൽ സജദയുടെ ആയത്തെത്തുമ്പോൾ സുജൂദ് ചെയ്യുക. ആ സുജൂദിൽ സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന ദുആ ഒരു 3 തവണ ചൊല്ലി. അത് ചൊല്ലിയ ശേഷം ബാക്കി ഓതൽ പൂർത്തിയാക്കി. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ റബ്ബിനോട് എന്ത് ചെയ്യാം? ആവശ്യങ്ങൾ, അല്ലാഹുവേ എൻ്റെ ഇന്ന ആവശ്യങ്ങൾ നീ എനിക്ക് പൂർത്തിയായി തരണേ അല്ലാ എന്ന് ആത്മാർത്ഥമായി ദുആ ഇറക്കാം. ഏറ്റവും എളുപ്പമുള്ളൊരു വഴിയല്ലേ?
എളുപ്പമുള്ള വഴിയാണ്, കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ഇപ്രകാരം ഈ ഒരു സൂറത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ, ഇപ്രകാരം ഈ ഒരു അമല് ചെയ്തു കഴിഞ്ഞാൽ, എന്ത് മുറാദാണോ എന്ത് ആവശ്യമാണോ ആ വ്യക്തി മനസ്സിൽ കരുതിയത് ആ ആവശ്യം ശരവേഗത്തിൽ, അതായത് ശരവേഗത്തിൽ പെട്ടെന്ന് തന്നെ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും. ഇനി ഇത് ഉലമാക്കൾ നേരത്തെ പറഞ്ഞ പോലെ വെള്ളിയാഴ്ച ദിവസം ഈ ഒരു സൂറത്ത് ഓതുക, വെള്ളിയാഴ്ച ദിവസമാണ് ഇത് പ്രത്യേകമായി ചെയ്യുന്നതെങ്കിൽ അതിനൊരു ഫضിൽ കൂടുതൽ പ്രത്യേകത, അതായത് പെട്ടെന്ന് നമ്മുടെ ഈ കാര്യം നടന്നു കിട്ടാനൊരു പ്രത്യേക കാരണം കൂടാണെന്ന് ഏത് വെള്ളിയാഴ്ച ചെയ്യുക എന്നുള്ളത്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി വെള്ളിയാഴ്ച ചെയ്യാൻ ശ്രമിക്കുക. ഇനി വെള്ളിയാഴ്ച ചെയ്യാൻ പറ്റിയില്ല എന്ന് കരുതിയിട്ട് ശനിയോ ഞായറോ തിങ്കളോ എപ്പോഴാണോ പറ്റുന്നത് ഈ നിയ്യത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ആവശ്യം പൂർത്തിയായി കിട്ടണമെന്ന നിയ്യത്തോട് കൂടിയിട്ട് ആരെങ്കിലും ഒരാൾ സൂറത്തു സജദ ഓതിയാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായും ആ കാര്യം നടന്നു കിട്ടും. സജദയുടെ കുറച്ച് ആയത്തുകളൊന്ന് ഓതിത്തരട്ടെ, പക്ഷെ അതൊരു ബറക്കത്തിന് വേണ്ടി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. അം യഖൂലൂന ഇഫ്തറാഹു ബൽ ഹുവൽ ഹഖ് മിർ റബ്ബിക ലിതുൻദിറ ഖൗമൻ മാ അതാഹും മിൻ നദീരിൻ മിൻ ഖബ്ലിക ലഅല്ലഹും യഹ്തദൂൻ. അല്ലാഹുൽ ലദീ ഖലഖസ് സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാം ثم استوى على العرش ما لكم من دونه من ولي ولا شفيع أفلا تتذكرون. يدبر الأمر من السماء إلى الأرض ثم يعرج إليه في يوم كان مقداره 1000 سنة مما تعدون. ذلك عالم الغيب والشهادة العزيز الرحيم الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين. സദഖല്ലാഹുൽ അലീം. മുഴുവനായി ഓതണമെന്നുണ്ട് ഇൻഷാ അല്ലാഹ്, വീഡിയോ നീണ്ടു പോകുന്നതുകൊണ്ട് മറ്റൊരു അവസരത്തിൽ കേൾക്കാം. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്താക്കി തരട്ടെ. സൂറത്തു സജദ ഓതണം ഇൻഷാ അല്ലാഹ്. ഓതുന്ന ആളുകൾ സ്ഥിരമായി ഓതുന്നവരാണെങ്കിൽ ഇൻഷാ അല്ലാഹ് കമൻറ്റിൽ അറിയിക്കുക. അള്ളാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ. പ്രയാസങ്ങൾ കൊണ്ട് ദ്വാരക്കാൻ ഏൽപ്പിക്കുന്നവരുണ്ട്, പ്രശ്നപരിഹാരങ്ങൾ തേടുന്നവരുണ്ട്. നിൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അള്ളാഹു നമ്മയൊക്കെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ ദുരിതങ്ങളിൽ നിന്നൊക്കെ കരകയറ്റി തരട്ടെ. ഹാജത്തുകൾക്ക് അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. മറ്റൊരു അവസരത്തിൽ ഇൻഷാ അല്ലാഹ് കണ്ടുമുട്ടാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.